ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ്. വേറൊന്നുമല്ല, നമ്മുടെ ഈസ്റ്ററാണ്. ഈസ്റ്ററിന് നമ്മൾ പള്ളിയിൽ പോയിട്ട് നമ്മൾ ഉയർപ്പൊക്കെ കാണൂലേ, അതിൻ്റെ തന്നെ ചെറുതായിട്ടുള്ള ഒരു മിനിയേച്ചർ ടൈപ്പ് ഒരു സംഭവമാണ് നമ്മൾ ഇന്ന് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിൻ്റെ പേര് ഇവ എൻ ലിയ എന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം തന്നെ ഇതേപോലെയുള്ള 2 കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്ത്, ഈ നടുക്ക് ഹോളുള്ള കാർഡ്ബോർഡ് മനഃപൂർവ്വം എടുത്തതല്ല കേട്ടോ, കിട്ടിയത് അങ്ങോട്ട് എടുത്ത്, അത്രയേ ഉള്ളൂ. ഈ കാർഡ്ബോർഡ് ഉപയോഗിച്ച് നമ്മൾ ഇതിൻ്റെ ബേസ് ആണ് കേട്ടോ തയ്യാറാക്കണത്. ഏകദേശം ഇത്രയും ഹൈറ്റുള്ള ഒരു ബേസ് തയ്യാറാക്കാനായിട്ടാണ് നമ്മൾ ഈ കാർഡ്ബോർഡ് എടുത്തേക്കണത്. ഞാനിത് അളന്ന് നോക്കിയപ്പോൾ ഏകദേശം ഒരു 2 സെൻറ്റിമീറ്റർ ഉണ്ട്. ആ സംഭവം തന്നെ നമ്മൾ എല്ലാ സൈഡിലും ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിതാ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ ചെയ്യണത്. സ്കെയിൽ കൊണ്ട് ഇതേപോലെ ഒന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് മടക്കി എടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുത്തത്. പിന്നെ ഇതിന്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് നമ്മൾ ഇതേപോലെ ഒരു മാസ്കിംഗ് ടേപ്പ് ഉപയോഗിച്ച് എല്ലാ സൈഡും ഇതേപോലെ നമ്മൾ ഒട്ടിച്ചെടുത്തു. സംഭവത്തിന്റെ ഡോറിന്റെ ഭാഗത്തായിട്ട് അതൊന്ന് കുറച്ച് ഇറക്കി വെക്കാനായിട്ട് ഇതേപോലെ ഒന്ന് കട്ടിയിൽ അടിയിലോട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പൊ ആ ഡോറ് ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണത്. പിന്നെ ഇതേപോലെ തന്നെ ഇതിനകത്ത് കുറച്ച് ചുളുക്കിയ രീതിയിൽ കുറച്ച് പേപ്പേഴ്സ് ഒക്കെ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നമ്മൾ പിന്നീട് ബ്ലാക്ക് പെയിന്റ് അടിച്ചെടുക്കാനാണ് കേട്ടോ. ഏത് കളർ പേപ്പർ എടുത്താലും കുഴപ്പമില്ല. പിന്നെ ഈ സംഭവത്തിന്റെ ഗുഹയ്ക്ക് വേണ്ടി നമ്മൾ ഈ കാർഡ്ബോർഡാണ് കേട്ടോ എടുത്തേക്കണത്. കാർഡ്ബോർഡ് നല്ല ഷേപ്പിലാവാൻ വേണ്ടി ഇതേ രീതിയിൽ ഒന്ന് വി ആയിട്ട് കട്ട് ചെയ്തിട്ട് അവിടെയും അതൊന്ന് കൂട്ടി യോജിപ്പിച്ച് മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുകയാണ് നമ്മളിവിടെ ചെയ്യണത്. ഇത് ആവശ്യമുള്ള സൈഡ് എവിടെയൊക്കെ നമുക്കൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കണോ അവിടെയൊക്കെ നമ്മൾ ഇതേപോലെ മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കും. അപ്പൊ എല്ലായിടത്തും ഒട്ടിച്ച സംഭവം നല്ല സെറ്റ് ആയിട്ടില്ലേ. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കടക്കാം കേട്ടോ. ഇതിന്റെ ബാക്ക് സൈഡിൽ നമ്മൾ ഈ രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, ആ ഡോറിന്റെ നടുക്കായിട്ട് നമുക്ക് ഈ രൂപം ഒന്ന് പൊക്കിയെടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. പിന്നെ കുറച്ചധികം പേപ്പേഴ്സ് ഇതേപോലെ എടുത്തൊന്ന് ചുരുട്ടി നല്ല ഉരുള പോലെ ആക്കി കുറച്ചധികം പേപ്പേഴ്സ് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. സംഭവം ചുരുട്ടി മനുഷ്യന്റെ ഊപ്പാട് ഇളകിയെങ്കിലും ഇതിന്റെ ഔട്ട്പുട്ട് ഒന്ന് കാണാൻ വേണ്ടിയാണ്ടോ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണത് കേട്ടോ. അങ്ങനെ നമ്മൾ ഒരുപാട് പേപ്പർ ഇതേപോലെ ബോളാക്കി വെച്ചിട്ടുണ്ട്. വേറെ ഒന്നിനുമല്ല, ഈ ഒരു ഗുഹയുടെ ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടി അതിന്റെ പൊക്കത്തൊക്കെ ഒന്ന് നമ്മൾ ഇതേപോലെ മുഴച്ചു നിൽക്കുന്ന രീതിയിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്ത ആ ഭാഗം മാറ്റിയിട്ട് ബാക്കി സൈഡാണ് കേട്ടോ, ഞാനത് വിട്ടുകൊണ്ടാണ് ആദ്യം തന്നെ നമ്മൾ ഗ്ലൂ ഗൺ വെച്ച് ഇത് ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ സൈഡ് ഫുള്ള് നമ്മൾ ഇതേപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കണം. ഈ പരിപാടിയൊക്കെ കഴിഞ്ഞെന്ന് ഉറപ്പായി കഴിയുമ്പോൾ നമ്മൾ അടുത്ത പണിയിലേക്ക് കിടക്കുകയാണ്. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് അതിനകത്ത് കുറച്ചധികം ഗ്ലൂ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വേറൊന്നുമല്ല, ഈ സംഭവം ഒന്ന് കവർ ചെയ്യണ രീതിയിൽ ഒന്ന് പേപ്പർ കൊണ്ട് ഒന്ന് ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കാനാണ്. അപ്പൊ കുറച്ച് വൃത്തിയായിട്ട് കാണാനും നല്ല ഭംഗിയായിട്ടിരിക്കും. ആ രീതിക്ക് വേണ്ടിയാണ് നമ്മൾ ഈ സംഭവം ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇതേപോലെ ചെറിയ കുറച്ചധികം പേപ്പേഴ്സ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ ഈ സംഭവത്തിന്റെ മുകളിൽ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കും. അപ്പോൾ പേപ്പർ കൊണ്ടൊക്കെ നല്ലോണം കവർ ചെയ്ത് നമ്മുടെ സംഭവം നല്ല സെറ്റായിട്ട് വന്നിട്ടില്ലേ. എന്നിട്ട് നമുക്ക് ഇതേപോലെ ബ്ലാക്ക് കളർ ഫുള്ളായിട്ടൊന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഈ വാതിലിന് ഒരു ഡോറ് വേണ്ടേ, അതിനായിട്ട് റൗണ്ടിൽ ഇതേപോലെ ഒരു കാർഡ്ബോർഡ് കഷ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ബ്ലാക്ക് കളറുള്ള പേപ്പർ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഗുഹയുടെ ഡോറ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്കും ഇതേപോലെ തന്നെ പെയിന്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പ്ലെയിൻ ബ്ലാക്ക് അല്ലാതെ അതിനകത്ത് കുറച്ച് ഷെയ്ഡും കൂടി വരാൻ വേണ്ടിയാണ് കേട്ടോ. ഈ ഡോറിലും ആ ഗുഹയിലും എല്ലാത്തിലും നമ്മൾ ഇതേപോലെ ഒന്ന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
സംഭവം എല്ലാം എന്താ പെയിന്റ് അടിച്ച് വന്നപ്പോഴേക്കും എൻ്റെ കൈതേ കോക്കാച്ചിയുടെ പോലെ ആയിട്ടോ. അപ്പൊ ദാ ഇനി അടുത്തത് ഇനി നമുക്ക് നമ്മുടെ ജീസസിനെ സെറ്റ് ചെയ്യാനായിട്ട് ഇതേപോലെ ഒരു കോല് പോലത്തെ ഒരു പീസ് ഞാൻ അതിന്റെ ഇടയിലേക്ക് കയറ്റി കൊടുക്കണിട്ട് നമ്മൾ ദാ ഈ ഗുഹയുടെ പുറകിലൊരു കട്ട് ചെയ്ത് വെച്ചില്ലായിരുന്നു ഒരു നീളത്തില്, അതിന്റെ ഇടയിലേക്കാണ് കേട്ടോ ഈ സംഭവം ഞാൻ കയറ്റി കൊടുക്കണത്. എന്നിട്ട് നമുക്ക് നമ്മുടെ ജീസസിനെ അതാ ഇതിനകത്തൊന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കാം കേട്ടോ. ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ജീസസ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഒരുപാട് ഇഷ്ടത്തോടെയും സന്തോഷത്തോടെയൊക്കെ ചെയ്യുന്ന ഒരു ക്രാഫ്റ്റ് ആണ് കേട്ടോ. ഇതിനും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പെട്ടെന്ന് തന്നെ തട്ടിക്കൂട്ടി ചെയ്യാൻ പറ്റിയ ഒരു രീതിക്കാണ് ചെയ്തത്. അധികം ടൈമൊന്നും ഉണ്ടായില്ല. അപ്പൊ അതിൻ്റെതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ എല്ലാത്തിലും ഉണ്ടാവുമല്ലോ. അപ്പൊ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. പിന്നെ അത് മാത്രവുമല്ല, എനിക്ക് പറ്റുന്ന രീതിയിൽ ചെറിയ രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്തെടുത്താണ്. അപ്പൊ ഇതെല്ലാവരും കണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അത്യാവശ്യം എൻ്റെ കയ്യിലുണ്ടായ കുറച്ച് കുഞ്ഞു ചെടികളും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് നമ്മൾ ഇതൊന്ന് അലങ്കരിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മള് നല്ല ഭംഗിയിലൊന്ന് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ്. അവിടെ ഇവിടെയൊക്കെ കുറച്ച് പുല്ലും ചെടിയും മരവും തെങ്ങും ഒക്കെ വെച്ച് നമ്മൾ ആ സംഭവം സെറ്റാക്കി എടുക്കുന്നുണ്ട് ഇതുപോലെ കേട്ടോ. ഏകദേശം ദാ എല്ലാ സംഭവവും സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ദാ ഇങ്ങനെ ഇരിക്കും കേട്ടോ നമ്മുടെ ഗുഹയുടെയൊക്കെ ഒരു ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇനി നമുക്ക് ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്ത സംഭവം നോക്കിയാലോ.